അയാൾ സീരിയലിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ സ്നേഹപൂർവ്വം ശ്യാമ എന്ന സീരിയലിൻ്റെ റിവ്യൂ ആണ്. അങ്ങനെ വരുണും രാധികയും കണിമംഗലത്ത് നിന്ന് അങ്ങ് ഇറങ്ങിപ്പോവുകയാണ്. പക്ഷേ അവസാനമായിട്ട് രാധിക പറയുന്നുണ്ട്, വരുണു ഒന്ന് നിൽക്ക്, എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അങ്ങ് തിരിച്ചങ്ങ് കണിമംഗലത്തേക്ക് അങ്ങ് പോവുകയാണ്. അപ്പോൾ ഈ കൽപ്പന ഉർവശി ഇങ്ങനെ പറയുന്നുണ്ട്, അല്ല ഇവൾ എന്തിനാവണാവോ തിരിച്ചു വരുന്നത് എന്നൊക്കെ വിചാരിച്ച് അവളങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഇവൾ നേരെ ഇവരോടൊന്നും മൈൻഡ് ചെയ്യാതെ നേരെ വീടിനകത്തേക്ക് അങ്ങ് കയറി പോവുകയാണ്. അപ്പോൾ പിന്നെ കൽപ്പനക്ക് ഭയങ്കര ടെൻഷനാവണം, ഇവൾ എന്തിനാ അപ്പോൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു കയറിയത് എന്നൊക്കെ, ഇനി അവളങ്ങാനും ഇവിടെ തന്നെ നിൽക്കുമോ എന്നുള്ള ആ ഒരു പേടിയിൽ നല്ല ഉർവശിനോട് പറയുന്നുണ്ട്, ചെറിയമ്മ പോയിട്ട് അവൾ എന്താ ചെയ്യുന്നത് ഒന്ന് പോയി നോക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ ഉർവശി അവൾ എന്താ ചെയ്യുന്നതെന്ന് പോയി നോക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് തന്നെ അവൾ അങ്ങ് തിരിച്ചങ്ങ് ഇറങ്ങി വരികയാണ്. അവൾ പോയത് തന്നെ അവളുടെ ആ പൂജാമുറിയിൽ നിന്ന് അവളുടെ ആ ദൈവത്തിൻ്റെ രൂപം എടുത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അവൾ അതും കൊണ്ട് അങ്ങ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് പറയുന്നുണ്ട്, ഇതിൻ്റെ ആവശ്യം കൂടി ഇനി ഇതിൻ്റെ ഈ വീട്ടിലില്ല, എന്തായാലും ഞാനിവിടുന്ന് പടി ഇറങ്ങല്ലേ, അപ്പോൾ ഇതും കൂടി ഞാൻ അങ്ങ് കൊണ്ടുപോകുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരോടൊക്കെ യാത്ര പറഞ്ഞിട്ട് ഈ മുത്തശ്ശിനോടും അമ്മനോടും അച്ഛനോടൊക്കെ യാത്ര പറഞ്ഞിട്ട് അങ്ങ് ഇറങ്ങിപ്പോവാണ്. അപ്പോൾ ഇവരങ്ങ് ഇറങ്ങി പോകുന്ന സമയത്ത് ഇവർ 3 പേരും ഭയങ്കരമായിട്ട് പൊട്ടി കരയുന്നൊക്കെ ഉണ്ട്. നമ്മുടെ മുത്തശ്ശിക്കാണ് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യുന്നത്, അവരുമായിട്ട് ഏറ്റവും കൂടുതൽ കണക്ഷൻ ഉണ്ടായിരുന്നത് നമ്മുടെ ജയഭാരതി മുത്തശ്ശിക്കാണല്ലോ. അതുകൊണ്ട് തന്നെ അവർ ഭയങ്കരമായിട്ട് പൊട്ടി കരയുന്നൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ അവിടെ അങ്ങ് തീരെയാണ് അവരങ്ങ് ഇറങ്ങിപ്പോയി കഴിഞ്ഞിരിക്കുന്നത്. പിന്നെ ആരതി വേറെ 2 പേരോട് അങ്ങ് ഒരു ഡിസ്കഷനിൽ ഏർപ്പെടുകയാണ്. എന്തായാലും പോലീസുകാർ ഈ കേസ് അങ്ങ് വല്ലാതെ അന്വേഷിക്കുന്നില്ല, അവർ ആ തെരച്ചിലൊക്കെ നിർത്തി വെച്ചിരിക്കുകയാണ്. പക്ഷേ എനിക്ക് ഉറപ്പാണ് അവർ ഒരു മരണമാണ് കൺഫേം ചെയ്യുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നത് ശ്യാമ മേഡം മരിച്ചിട്ടില്ല, ചെറിയമ്മ ഒരിക്കലും മരിച്ചിട്ടില്ല, അവർ ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ അവർ എവിടെയാണ് എന്ന് നമുക്ക് കണ്ടെത്തണം. അവർ പോലീസിൻ്റെ സഹായം ഇല്ലാതെ തന്നെ നമുക്ക് ചെറിയമ്മേനെ മുന്നിൽ കൊണ്ടുവരണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവരുടെ 3 പേരും അങ്ങ് ഡിസ്കഷനിൽ ഏർപ്പെടുകയാണ്. എങ്ങനെയെങ്കിലും ആ പോലീസിൻ്റെ സഹായം ഇല്ലാതെ ഈ ശ്യാമ മേഡത്തിനെ ഇവർ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള തെരച്ചിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ആരതി അവരോട് പറയുന്നുണ്ട്, എനിക്ക് ഒരുപാട് കടപ്പാടുണ്ട് ഈ ചെറിയമ്മനോട്, കാരണം എൻ്റെ ചെറുപ്പകാലം എന്ന് പറയുന്നത് ഒരു ആരും ഇല്ലാതെ അനാഥയെ പോലെയായിരുന്നു ജീവിച്ചിരുന്നത്. ആ സമയത്തൊക്കെ എനിക്കും എൻ്റെ അമ്മയ്ക്കും ആകെ തുണയായിട്ടുണ്ടായിരുന്നത് ചെറിയമ്മ മാത്രമായിരുന്നു. അതുകൊണ്ട് ചെറിയമ്മനോട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് ചെറിയമ്മനോടാണ്. അതുപോലെ തന്നെ രാധികനോടും വരുണിനോടും. അവരെ എങ്ങനെയെങ്കിലും ഈ പ്രശ്നത്തിൽ നിന്നൊക്കെ ഒന്ന് രക്ഷപ്പെടുത്തണം എന്നുള്ള ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ആരതി അങ്ങ് തീരുമാനിക്കുന്നത്. അതിനുവേണ്ടി ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ആ ബെഞ്ചമിനെ കുറിച്ച് അന്വേഷിക്കുകയാണ്. ആരായിരുന്നു ഈ ബെഞ്ചമിൻ, എന്തിനാണ് ആ ബെഞ്ചമിൻ ഇങ്ങോട്ട് വന്നത്, അവൻ്റെ ലക്ഷ്യം എന്തായിരുന്നു, ഇപ്പം അവന് എവിടെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതൊക്കെ കണ്ടെത്തി കഴിഞ്ഞിട്ട് തന്നെ നമുക്ക് ഈ ഒരു പ്രശ്നം ശ്യാമ എവിടെ പോയി എന്നുള്ള ഒരു കാര്യം കൂടി നമുക്ക് കണ്ടെത്താൻ കഴിയും. പിന്നെ ഈ ഒരു തെരച്ചിലിനിടയിൽ എന്തായാലും നമുക്ക് ചെറിയമ്മേനെ കണ്ടെത്താൻ കഴിയുന്ന ഉറപ്പാണ്. അപ്പോൾ അതാണ് ഇനി നമ്മുടെ ലക്ഷ്യം. നമുക്കിനി ഒരു പോലീസുകാരുടെയും സഹായം വേണ്ട, അതിൻ്റെ പിന്നാലെ പോകണ്ട, നമുക്ക് നമ്മുടേതായ വഴികളിലൂടെ തന്നെ നമുക്ക് ഇത് കണ്ടെത്താം. സാധാരണ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കേസിനെ കുറിച്ചുള്ള അന്വേഷണമാണെങ്കിൽ ഈ പ്രാവശ്യം നമ്മൾ സ്വമേധയെ അങ്ങ് തിരയാൻ പോവുകയാണ് എന്നൊക്കെ ഇങ്ങനെ ഇവർ 3 പേരും ഇങ്ങനെ പ്ലാൻ ചെയ്യണേ. അപ്പോൾ മറ്റു 2 പേരും കൂടി ഈ ആരതിയുടെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട്. അവർ പറയുന്നുണ്ട്, ശരിയാ ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കാം, നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഈ ശ്യാമ മേഡത്തിനെ കണ്ടെത്താം എന്നൊക്കെ ഇങ്ങനെ ഇവർ 3 പേരും അങ്ങ് തീരുമാനിച്ച് അങ്ങ് ഉറപ്പിക്കുകയാണ്. അപ്പോൾ ഇവർ 3 പേര് എങ്ങനെയെങ്കിലും നമ്മുടെ ചെറിയമ്മേനെ കണ്ടെത്തും എന്നുള്ള ആ ഒരു തീരുമാനത്തിലെത്തുകയാണ്. വരുണും രാധികയാണെങ്കിൽ പിന്നെ എങ്ങോട്ടും പോകാനല്ലാതെ ഒരു പാർക്കിൽ അങ്ങനെ ഒരു സൈഡിൽ അങ്ങ് പോയി ഇരിക്കുകയാണ്. കാരണം ഇനി എങ്ങോട്ട് പോകും എന്നൊന്നും അറിയാത്തൊരു ഇരുത്താണ്, എന്ത് ചെയ്യും എന്നൊന്നും ഒരു മട്ടും ഇല്ലാതെ അവർ 2 പേരും അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കുന്നുണ്ട്. അവൻ വരുണ് പറയുന്നുണ്ട്, ഇത്രയും സംഭവിക്കുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ട് പോലുമില്ല, എന്തായാലും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് തോൽവികളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ഇവൻ പറയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും പറയുന്നതാണ്, തെരുവിലിറങ്ങേണ്ടി വന്നാലും ഞാൻ എൻ്റെ കൂടെ തന്നെ ഉണ്ടാകും എന്നൊക്കെ ഇങ്ങനെ പറയുന്നതല്ലായിരുന്നു, അത് എൻ്റെ കാര്യത്തിലാണെങ്കിൽ അച്ചട്ടായി പോയി എന്നൊക്കെ ഇങ്ങനെ ഇവന് ഭയങ്കര സങ്കടമായി പറയാണ്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, നിങ്ങൾ അങ്ങനെ ഒന്നും പറയാതെ നമ്മൾ എല്ലാത്തിലും ഇങ്ങനെ പൊരുതി ജയിക്കണം വേണ്ടത്, അത് തോൽവിയാണെങ്കിലും നമ്മൾ തോറ്റു കൊടുക്കരുത്, നമ്മൾ എല്ലാത്തിലും പൊരുതി ജയിക്കണം, എല്ലാ കാര്യത്തിലും എല്ലാവരുടെ മുന്നിൽ നമ്മൾ ജയിച്ചേ തീരൂ എന്നൊക്കെ ഇങ്ങനെ ഇവനിങ്ങനെ മോട്ടിവേഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവനിങ്ങനെ പറയുന്നുണ്ട്, അതൊന്നും ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ തോറ്റു പോയിരിക്കുന്നത് അമ്മയുടെ അച്ഛൻ്റെയും മുത്തശ്ശിയുടെ മുന്നിൽ നിന്നാണ് ഞാനിപ്പോൾ ഇറങ്ങി വന്നത്, അതും എല്ലാ കാര്യങ്ങളും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇറങ്ങി വന്നത്, നമ്മുടെ വീടും കണിമംഗലം ഗ്രൂപ്പും എല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ അവരുടെ ആ മുന്നിലൂടെ ഇറങ്ങി വരുമ്പോൾ അതിനൊക്കെ കാരണം ഞാനാണല്ലോ എന്നുള്ള ഒരു ടെൻഷൻ മാത്രമാണ് എനിക്കുള്ളത്, ഞാൻ കാരണമാണല്ലോ ആ ഒരു വീടൊക്കെ നഷ്ടപ്പെട്ടത് എന്നുള്ള ടെൻഷൻ എനിക്ക് നന്നായിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ ഈ രാധികനോട് പറയുന്ന സമയത്ത് രാധിക പറയുന്നുണ്ട്, ഇനി അങ്ങനെയൊന്നും ചിന്തിക്കണ്ട, നമുക്ക് അധ്വാനിക്കാൻ കഴിയുമല്ലോ, നമ്മൾ കഷ്ടപ്പെട്ടിട്ട് എന്ത് ചെയ്തിട്ടാണെങ്കിലും നമ്മൾ അതൊക്കെ തിരിച്ചു പിടിക്കും, അതിങ്ങനെ ചിന്തിക്കണം, അല്ലാതെ ഇങ്ങനെ ടെൻഷനായിട്ട് നിൽക്കരുത് എന്നൊക്കെ ഇങ്ങനെ ഇവനോട് ഇങ്ങനെ അവന് ടെൻഷനായി നിൽക്കാതെ നല്ല സ്ട്രോങ് ആയിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ രാധിക
രാധിക നന്നായിട്ട് അവനങ്ങ് മോട്ടിവേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവനാണെങ്കിൽ ഏറ്റവും ടെൻഷൻ എന്ന് പറയുന്നത് അവരുടെ മുന്നിലൂടെ അങ്ങ് ഇറങ്ങി വന്നല്ലോ, അത് എല്ലാത്തിൻ്റെയും കാരണം ഞാനൊരൊറ്റ ആൾ കാരനാണല്ലോ, എൻ്റെ പിടിപ്പിക്കോട് കൊണ്ടാണല്ലോ എന്നൊക്കെ ഇങ്ങനെ ഇവൻ ചിന്തിക്കുകയാണ്. എന്നാലും ആ ബെഞ്ചമിനെ നമ്മൾ വിശ്വസിച്ച് പോയല്ലോ, അവൻ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ മുന്നിൽ അങ്ങ് ചെയ്തു കൂട്ടിയത്. നമ്മൾ ഒരുപാട് അന്വേഷിച്ചിരുന്നല്ലോ ഈ ബെഞ്ചമിൻ ആരാണെന്ന് അറിയാൻ, പക്ഷെ അതൊക്കെ ഒരു തോൽവിയായി മാറി എന്നൊക്കെ ഇങ്ങനെ ഇവൻ അങ്ങ് പറഞ്ഞ് സങ്കടപ്പെടുന്നുണ്ട്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, പക്ഷേ ബെഞ്ചമിൻ ആരാന്ന് അറിയാൻ നമ്മൾ ഒരുപാട് അന്വേഷിച്ചതല്ലേ എന്നൊക്കെ ഇങ്ങനെ ഇവനെ അങ്ങ് സമാധാനിപ്പിക്കുകയാണ്. എന്ത് പറഞ്ഞിട്ടും ഇനി കാര്യമില്ല, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് എല്ലാ കാര്യങ്ങളും അങ്ങ് തിരിച്ചു പിടിക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പോൾ തന്നെ ഇവിടെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അങ്ങ് എണീറ്റ് അങ്ങ് പോകുന്നുണ്ട്. എങ്ങോട്ടോ പോകണോ എന്നൊന്നും ഒരു ധാരണയില്ലാതെ അങ്ങനെ അങ്ങ് നടക്കുകയാണ് ആ ബാഗും കൊണ്ട്. നമ്മുടെ ജയഭാരതി മുത്തശ്ശിയാണെങ്കിൽ വീട്ടിൽ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് അവരുടെ ആ റൂമിലിരുന്ന് അങ്ങ് കരയുന്നുണ്ട്. അവരിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ ഒരു വരുണും രാധികയും കണിമംഗലത്തിൽ നിന്ന് അങ്ങ് ഇറങ്ങി പോകുന്നത് ആ ഒരു കാഴ്ച ഇങ്ങനെ കണ്ട് അങ്ങ് ആലോചിക്കുകയാണ്. അപ്പോൾ ജയഭാരതി മുത്തശ്ശിക്ക് അതൊരിക്കലും അങ്ങ് അംഗീകരിക്കാൻ കഴിയുന്നില്ല. അവർക്ക് അത് ഒരിക്കലും ഒന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയാതെ അവരങ്ങ് പൊട്ടി കരയാണ് ആ ബെഡിലിരുന്നിട്ട്. അപ്പോൾ ഈ കരച്ചിലിൻ്റെ ആ ഇടയിലേക്കാണ് നമ്മുടെ കൽപ്പന ഉർവശിയും കൂടി അങ്ങ് വേദനിപ്പിക്കാൻ വേണ്ടി അങ്ങ് കയറി വരികയാണ്. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, അല്ല മുത്തശ്ശി ഉറങ്ങുകയാണോ എന്നൊക്കെ ഇങ്ങനെ ഈ കൽപ്പന ചോദിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഈ ജയഭാരതി മുത്തശ്ശി പെട്ടെന്ന് അങ്ങ് അവിടെ നിന്ന് എണീക്കാണ്. ഇവർ രണ്ടുപേരും അങ്ങ് എടുത്ത് വന്നതുകൊണ്ട് തന്നെ ആ ഒരു കണ്ണീരൊക്കെ ഒന്ന് തുടച്ചിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് അങ്ങ് അവിടെ ഇരുന്ന് ഇരിക്കാണ്. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, മുത്തശ്ശി ഇങ്ങനെ സങ്കടപ്പെടുന്നു വേണ്ട, ഇപ്പോൾ സന്തോഷിക്കേണ്ട സമയമല്ലേ, കാരണം ചന്ദ്രശേഖരൻ എന്ന് പറയുന്നത് ഏട്ടനാണല്ലോ ഇപ്പം നമ്മുടെ വീടൊക്കെ രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ഏട്ടനോട് നമ്മളൊരു ബഹുമാനമൊക്കെ വേണ്ടേ, നമുക്കൊരു കടപ്പാടൊക്കെ ഉണ്ടല്ലോ ഏട്ടനോട്, കാരണം എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന നമ്മൾ എല്ലാം തിരിച്ചു പിടിച്ച് തന്നത് നമ്മുടെ ചെറിയ ഏട്ടനാണല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ബഹുമാനമൊക്കെ കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ ഈ ഉർവശി അങ്ങ് ഈ ജയഭാരതി മുത്തശ്ശിനോട് പറയുന്നുണ്ട്. അപ്പോൾ ജയഭാരതി മുത്തശ്ശി ഇങ്ങനെ ഇവർ പറയുന്ന ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഒരു ചെറിയൊരു വേദനയോടെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കൽപ്പന പറയുന്നുണ്ട്, അല്ല എന്തായാലും ഒരു കാര്യമാണ്, ഇപ്പോൾ നല്ല സന്തോഷം തോന്നുന്നത്, ആ വരുൺ ഒറ്റ ഒരുത്തൻ കാരനാണ് നമുക്കിതൊക്കെ സംഭവിച്ചത്, നമ്മുടെ വീട് നഷ്ടപ്പെട്ടത്, കമ്പനി നഷ്ടപ്പെട്ട്, എല്ലാം നഷ്ടപ്പെട്ടത്. അവനാണ് ഇവിടുന്ന് പുറത്താക്കിയത്, അതൊരു നല്ല കാര്യം തന്നെയാണ്. അവൻ ഇവിടുന്ന് പുറത്താക്കേണ്ട ഒരാൾ തന്നെയായിരുന്നു, അവന് കാരണമല്ല നമുക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, അതുകൊണ്ട് അതെന്തായാലും നന്നായി എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ജയഭാരതി മുത്തശ്ശിക്ക് ഓൾറെഡി വേദനയോടെ നിൽക്കാൻ ആ ഒരു കാര്യം ആലോചിച്ചിട്ട്. അപ്പോൾ ഇതും കൂടി കേൾക്കുമ്പോൾ അവൻ ദേഷ്യം കയറുകയാണ്. അപ്പോൾ അവരോട് അങ്ങ് കയർത്ത് സംസാരിക്കുന്നുണ്ട്, നിങ്ങളുടെ മനസ്സിലൊരു ആദ്യം അത് തന്നെ ആയിരുന്നല്ലോ, നിങ്ങൾ മനസ്സിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നുണ്ട് ഈ ഒരു കാര്യത്തിൽ എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ അങ്ങനെ ജയഭാരതി മുത്തശ്ശി അവരോട് അങ്ങ് പറയുന്നുണ്ട്. അപ്പോൾ ഈ കൽപ്പന പറയുന്നുണ്ട് ഈ ഉർവശിനോട്, ഈ നമ്മുടെ മുത്തശ്ശി കേൾക്കാൻ വേണ്ടിയിട്ട് അങ്ങ് പറയാണ്, അല്ല നമ്മുടെ മുത്തശ്ശി നമ്മൾ ഒരുപാട് ഉപദ്രവിച്ചതല്ലേ, നമ്മളെ പട്ടിണിക്കിട്ട് നമ്മളെ തല്ലി എന്തൊക്കെ ചെയ്തു, നമ്മൾ ആ ദ്രോഹമൊക്കെ ചെയ്തതിന് നമ്മൾ ഇനി പകരം വീട്ടാനൊന്നും നിൽക്കണ്ട കേട്ടോ എന്നൊക്കെ ഇങ്ങനെ ഈ ഉർവശിനോട് അങ്ങ് ഈ കൽപ്പന അങ്ങ് പറയാണ്. അപ്പോൾ ഈ ഉർവശി പറയുന്നുണ്ട്, കൽപ്പന ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല, ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല, പക്ഷേ എന്തെങ്കിലുമൊക്കെ അവസരം വരുമ്പോൾ ചെറുതായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കുക എന്നല്ലാതെ ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല എന്നൊക്കെ ഇങ്ങനെ ഇവരങ്ങ് സംസാരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ ആ ഉദ്ദേശം എന്ന് പറയുന്നത് ഇപ്പോൾ ഭരണം അവരുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ അവർ ഇനി എന്തൊക്കെ ദ്രോഹിക്കാൻ പോകുന്നത് ഈ മുത്തശ്ശിനെ എന്നൊക്കെ നമുക്ക് കാത്തിരുന്നതിനെ കാണാം. അപ്പോൾ ഈ ഉർവശി പറയുന്നുണ്ട്, പിന്നെ മുത്തശ്ശി ഇനി മുതൽ ഏടത്തിയല്ല ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനാണ് ഇവിടുത്തെ ഈ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത്, അതാണ് ചന്ദ്രേട്ടന് ഇഷ്ടം, കാരണം ചന്ദ്രേട്ടനല്ലേ ഈ വീടൊക്കെ അങ്ങ് തിരിച്ചു പിടിച്ച് തന്നത്, അപ്പോൾ അതിനുള്ളൊരു നന്ദിയൊക്കെ നമുക്ക് കാണിക്കേണ്ടതല്ലേ. അപ്പോൾ ചന്ദ്രേട്ടൻ്റെ ഇഷ്ടങ്ങളൊക്കെ നമ്മളന്ന് അന്വേഷിക്കും വേണം, അതുകൊണ്ട് തന്നെ ചന്ദ്രേട്ടന് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് ഇവിടുത്തെ കണിമംഗലത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അതിൻ്റെ എല്ലാ കാര്യങ്ങളൊക്കെ എത്തിപ്പെടേണ്ടത് ഈ ഉർവശിയായിട്ടുള്ള ഞാനാണെന്നാണ്, അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ നോക്കിക്കോളാം, അതുകൊണ്ടാണ് മുത്തശ്ശി എന്താ ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത് എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ അങ്ങ് അന്വേഷിച്ച് വന്നത്, എല്ലാ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അറിയേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമല്ലേ എന്നൊക്കെ ഇങ്ങനെ ഈ ഉർവശി പറയുമ്പോഴൊക്കെ ഈ ജയഭാരതി മുത്തശ്ശിക്ക് പേടിയും സങ്കടവും ഒക്കെ വരുന്നുണ്ട്. കാരണം ഇനി എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നതെന്നൊന്നും അറിയില്ല, ഇവരെ അങ്ങ് ഉപദ്രവിക്കുമോ എന്നുള്ള ഒരു ചെറിയ ടെൻഷനൊക്കെ എന്തായാലും ജയഭാരതി മുത്തശ്ശിക്ക് ഉണ്ടാകും. എന്നിട്ട് ഇവരങ്ങ് ഇറങ്ങി പോവുകയാണ് ആ ഒരു കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞിട്ട്. പക്ഷേ ജയഭാരതി മുത്തശ്ശിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനാകുന്നുണ്ട്. ഇതേ അവസ്ഥ തന്നെയാണ് നമ്മുടെ പത്മിനിക്കും ഈ അച്ഛനും. അപ്പോൾ ഇവരിങ്ങനെ സംസാരിക്കുന്നുണ്ട്, ഈ എന്തായാലും നമുക്ക് വരുണ് രാധിക ഇറങ്ങിപ്പോയപ്പോൾ ഇവിടെ നിൽക്കണ്ടായിരുന്നു, നമുക്കങ്ങ് ഇറങ്ങിപ്പോയാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ഈ പരമേശ്വരൻ അങ്ങ് പറയുന്നുണ്ട് പത്മിനോട്. പത്മിനി പറയുന്നുണ്ട്, എനിക്കും അങ്ങനെ തോന്നിയതാണ്, പക്ഷേ എന്ത് ചെയ്യാനാ, ഞാൻ മുത്തശ്ശിനെ ആലോചിച്ചിട്ട് അമ്മനെ ആലോചിച്ചിട്ടാണ് ഞാൻ ഇവിടെ തന്നെ നിന്നത്, അമ്മേനെ ഈ ഒരു പ്രായത്തിൽ ഇനി ഈ വീട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങി പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാകണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ച്. അമ്മ എപ്പോഴും ഇങ്ങനെ പറയുന്നതാണല്ലോ, എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന്
മരിച്ചു പോവുകയാണെങ്കിൽ അത് ഈ കണിമംഗലത്തിൻ്റെ വീട്ടിലിരുന്നിട്ട് തന്നെ ആയിരിക്കണം എന്നൊക്കെ. അപ്പോൾ അങ്ങനെ പറയുന്ന ആ ഒരു മുത്തശ്ശിനെയും കൊണ്ട് നമ്മൾ ഈ ഒരു പ്രായത്തിൽ തെരുവിൽ ഇറങ്ങേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ഒന്ന് ഇവിടെ തന്നെ നിൽക്കാൻ വേണ്ടി നിന്നത്. അല്ലെങ്കിൽ ഞാനും അവരുടെ കൂടെ തന്നെ നമുക്കും കൂടി എങ്ങ് ഇറങ്ങി പോയാൽ മതിയായിരുന്നു, ഇവിടെ നിൽക്കണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ഇവർ സങ്കടപ്പെട്ട് ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ ഒരു കാര്യം പറയുന്ന സമയത്ത് നമ്മുടെ പരമേശ്വരൻ പറയുന്നുണ്ട്, ചന്ദ്രശേഖരൻ എന്തായാലും ഈ ഒരു കാര്യങ്ങളൊക്കെ കണ്ടിട്ട് മനസ്സിൽ സന്തോഷിക്കുന്ന ഒരാളാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ അവൻ ആ ഒരു സഹായം ചെയ്തുകൊണ്ട് അങ്ങ് പിടിച്ച് നിൽക്കുകയാണ് എന്നൊക്കെ അങ്ങനെ ഇവരിങ്ങനെ പറയുന്നുണ്ട്. അവനൊരു ചതിയനാണ് എന്ന് അറിയാമായിരുന്നെങ്കിലും ഇനിയുള്ള ഈ ഒരു അവസരത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നു എന്നൊക്കെയാണ് പരമേശ്വരൻ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നേരെ ഈ ചന്ദ്രശേഖരൻ ഇവരുടെ റൂമിലേക്ക് അങ്ങ് കയറി വരുന്നുണ്ട്. അപ്പോൾ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, ഏട്ടൻ എന്തായാലും ഞാൻ ഇവിടെ നിന്ന് ഉപദ്രവിക്കാൻ ഒന്നിനും പോകുന്നില്ല, ഏട്ടന് ഒരു ഉപദ്രവവും ഞാൻ ഇവിടെ നിന്ന് വരുത്തൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഈ ചന്ദ്രശേഖരൻ വരുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, അതെ സേറ ഇവിടെ നിന്ന് പോവുകയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സേറ യാത്ര അയക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അങ്ങോട്ട് വരും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ പരമേശ്വരൻ പറയുന്നുണ്ട്, ഓ അവർ പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഞാൻ അങ്ങോട്ട് അവളുടെ യാത്ര അയക്കാനൊന്നും ഞാൻ വരുന്നില്ല എന്നൊക്കെ ഈ പരമേശ്വരൻ പറയുമ്പോൾ ഈ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, അവരാണ് നമുക്ക് ഈ കണിമംഗലം തിരിച്ചു പിടിക്കാനുള്ള പണമൊക്കെ തന്നത്, അവരാണ് നമ്മൾ സഹായിച്ചത്, അപ്പോൾ അവരുടെ മുന്നിൽ എന്നെ നാണം കെടുത്തരുത് എന്നൊക്കെ ഇങ്ങനെ ഈ ചന്ദ്രശേഖരൻ അങ്ങ് പറയുമ്പോൾ പരമേശ്വരൻ പറയുന്നുണ്ട്, അങ്ങനെ എനിക്ക് ഞാൻ വരാം, അവരോട് അവിടെ നിൽക്കാൻ പറയാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇവരങ്ങ് സമ്മതിക്കണം. ഓക്കെ ഏട്ടാ എന്നാൽ പെട്ടെന്ന് വാ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ സേറ എന്താണെന്ന് വെച്ചാൽ അവിടെ കിച്ചണിൽ ഇങ്ങനെ ടേബിളിൽ ഇരുന്നിട്ട് അവിടെ ചായയൊക്കെ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടെ ഊർവശിയും കൽപ്പനയും കൂടി അരികിൽ തന്നെ ഉണ്ട്, ഇങ്ങനെ സോപ്പിട്ട് ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട്. അവർ ഓൾറെഡി ആരെങ്കിലുമൊക്കെ ഇങ്ങനെ സോപ്പിട്ട് പതിപ്പിക്കാൻ നല്ല പെർഫെക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇവർ ഇവിടെ ആ ഒരു പണി അങ്ങ് തുടങ്ങുകയാണ്. ഓ ഈ സേറ വന്നപ്പോൾ ഞങ്ങൾ രോമാഞ്ചമായിരുന്നു, ഓ എന്തൊരു വരവായിരുന്നു, അത് ഞങ്ങളെ അങ്ങ് രക്ഷിക്കുന്ന ഒരു സീനി, ഓ അടിപൊളിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ഈ കൽപ്പന ഇങ്ങനെ പറയാണ്. എനിക്കങ്ങ് രോമാഞ്ചം തോന്നി എന്നൊക്കെ ഇങ്ങനെ ഇവരെ പൊക്കി അങ്ങ് സംസാരിക്കുകയാണ്. അപ്പോൾ ഈ ഉർവശിയും പറയുന്നുണ്ട്, അത് ശരിയാ, എന്നോട് ചന്ദ്രേട്ടന് ഇതുവരെ ഇങ്ങനെ ഒരു ഫ്രണ്ടുള്ള കാര്യം പറഞ്ഞിട്ട് പോലും ഇല്ല എന്നൊക്കെ ഇങ്ങനെ ഈ ഉർവശിയും കൂടി അങ്ങ് പറയുന്നുണ്ട്. അപ്പോൾ ഇവരുടെ രണ്ടാളുടെ സംസാരം കേട്ടപ്പോൾ പിന്നെ ഈ സേറക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ ഇവരുടെ ക്യാരക്ടർ അങ്ങ് പിടികിട്ടുന്നൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ സേറ പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു, അല്ല നിങ്ങൾ ഭയങ്കര കൂട്ടാണല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ പിന്നെ ഈ ഉർവശിയും കൽപ്പനയും പറയുന്നുണ്ട്, ഞങ്ങൾ ഭയങ്കര കൂട്ടാണ്, ഈ ചെറിയമ്മേനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ ഇങ്ങനെ ഈ കൽപ്പനയെ അങ്ങ് തള്ളി പറയാണ്. അപ്പോൾ ഈ ഉർവശി പറയുന്നുണ്ട്, അതേ ഈ കണിമംഗലം നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടാൻ പോകുന്നിരുന്നത് ഈ കൽപ്പനക്കായിരുന്നു, കാരണം അവൾക്ക് അവളുടെ സൂര്യയുടെ കൂടെ കൈയും പിടിച്ച് തെരുവിൽ ഇറങ്ങേണ്ടി വരും എന്നുള്ള പേടിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ഇവളെ ഒന്ന് ആക്കി അങ്ങ് സംസാരിക്കാണ്. അപ്പോൾ ഈ കൽപ്പനയും അവളെയും തിരിച്ച് അങ്ങ് ആക്കി സംസാരിക്കുന്നുണ്ട്, അത് ശരിയാണ്, ഞങ്ങൾ ഏറ്റവും കൂടുതൽ പേടിച്ചിരുന്ന ഇതൊക്കെ തന്നെയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് നമ്മുടെ ചന്ദ്രേട്ടൻ അങ്ങോട്ട് കയറി വരുന്നത്. അപ്പോൾ ചന്ദ്രശേഖരൻ ഇങ്ങനെ കയറി വരുന്നതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ ഈ പരമേശ്വരനും ഒക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ചന്ദ്രശേഖരൻ വരുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, എന്തായാലും ഞാൻ പോവുകയാണ്, എനിക്ക് ഒരുപാട് ബിസിനസ് കാര്യങ്ങളിലും മീറ്റിങ്ങിലൊക്കെ പങ്കെടുക്കാണ്ട്, അതുകൊണ്ട് ടൈം വേസ്റ്റ് ആക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ സേറെ ചന്ദ്രശേഖരനോട് പറയാണ്. അപ്പോൾ ഞാൻ യാത്ര പറയാൻ വേണ്ടിയിട്ടാണ് അവരെ വിളിപ്പിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ ചന്ദ്രശേഖരൻ അങ്ങ് വരുന്നുണ്ട്. അപ്പോൾ ഈ സേറെ നേരെ ചന്ദ്രശേഖരനോട് സംസാരിക്കാൻ നിൽക്കണേ, ഞാൻ പോവുകയാണ്, എനിക്ക് ടൈമില്ല, എനിക്ക് ഒരുപാട് മീറ്റിങ്ങിലൊക്കെ പങ്കെടുക്കാനുണ്ട് എന്നൊക്കെ ഇങ്ങനെ പരമേശ്വരൻ അവരെ അങ്ങ് യാത്ര അയപ്പിക്കുകയാണ്. ഓക്കെ നിങ്ങൾ പോയിക്കോളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പത്മിനി വെറുതെ ഒരു കാര്യത്തിൽ അങ്ങ് പറയുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വരണം എന്നൊക്കെ ഇങ്ങനെ വെറുതെ അങ്ങ് പറയാണ്. അപ്പോൾ ഈ സേറ അങ്ങ് പറയുന്നുണ്ട്, അതേ പിന്നെ ഉറപ്പല്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരും എന്നൊക്കെ ഇങ്ങനെ പറയുന്നൊക്കെ. സേറ പോകാൻ നേരത്തെ ഇവർക്ക് രണ്ടുപേർക്കും അങ്ങ് വാണിംഗ് കൊടുക്കുന്നുണ്ട്, ഈ അച്ഛനും അമ്മക്കും വാണിംഗ് കൊടുക്കുകയാണ്. ഈ വീട്ടിൽ നിന്ന് പറയുന്നത് എല്ലാം തിരിച്ചു പിടിച്ചത് ഈ ചന്ദ്രശേഖരൻ കാരനാണ്, ചന്ദ്രശേഖരനാണ് എന്നോട് സഹായം ചോദിച്ചത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സഹായം ചെയ്തത്, പക്ഷേ ചന്ദ്രശേഖരന് ഇഷ്ടമില്ലാത്ത ഒന്നും ഇവിടെ നടക്കാൻ പാടില്ല, ആരും ഇവിടെ ഉണ്ടാവാനും പാടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. ഇവിടുന്ന് പുറത്താക്കിയവന്മാരെ ഇനി ഇങ്ങോട്ട് തിരിച്ച് കയറ്റരുത് എന്നാണ് അവർ പറയുന്നത്. ഇതൊക്കെ കേട്ടിട്ടാണ് സൂര്യ വരുന്നത്. അപ്പോൾ സൂര്യ വന്നിട്ട് നേരെ അങ്ങ് പറയുന്നുണ്ട്, അല്ല അച്ഛനോട് ഇതൊക്കെ പറയാൻ ഇവരാരാണ് എന്നൊക്കെ ചോദിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ചന്ദ്രശേഖരന് നേരെ അവനോട് പറയുന്നുണ്ട്, സൂര്യ നീ മിണ്ടരുത്, ഈ വീട് രക്ഷപ്പെടുത്തിയത് ഇവരായിരുന്നു, അതുകൊണ്ട് ഇവരെ കുറച്ച് റെസ്പെക്റ്റ് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഊർവശിയും പറയുന്നുണ്ട്, അല്ല സൂര്യ നീ ഇതുവരെ എവിടെയായിരുന്നു, ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ അറിയാം, ഇവർ കാരനാണ് നമ്മുടെ വീടൊക്കെ തിരിച്ചു പിടിച്ചത് എന്നൊക്കെ ഇങ്ങനെ ഇവരോട് അങ്ങ് പറയുമ്പോൾ ഇവൻ പറയുന്നുണ്ട്, അതൊക്കെ നിങ്ങളുടെ കളിയാണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, ചെറിയച്ഛൻ എന്തായാലും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ കണിമംഗലം ഈ ഒരു അവസ്ഥയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ ഈ കണിമംഗലത്തിനെ തകർത്തെറിഞ്ഞിട്ട് ഞങ്ങളുടെ രക്ഷകനായിട്ട് ഇങ്ങനെ വന്ന് അഭിനയിക്കുകയാണല്ലേ, ഇതൊക്കെ നിങ്ങളുടെ മറ്റുള്ളവരുടെ മുന്നിൽ അഭിനയിച്ചാൽ മതി, എൻ്റെ മുന്നിൽ ഇതൊന്നും അഭിനയിക്കാൻ നിൽക്കണ്ട, എനിക്ക് എല്ലാ സത്യങ്ങളും അറിയാം, നിങ്ങളാണ് ഇതിൻ്റെ പിന്നിൽ എന്നൊക്കെ, നിങ്ങൾ ഇവരെയും കൂട്ടുപിടിച്ച് ഈ കണിമംഗലം നശിപ്പിച്ചിട്ട് എന്നിട്ട് ഞങ്ങൾ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു രക്ഷകൻ്റെ രൂപത്തിൽ വന്നതാണ്, ഇതിൻ്റെ ചതിയൊക്കെ എന്നോട് കളിക്കണ്ട എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് ഈ സൂര്യ ഇങ്ങനെ എല്ലാ സത്യങ്ങളും അങ്ങ് തുറന്ന് അങ്ങ് പറയുകയാണ്. അവന് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ, അവന് തോന്നിയത് മുഴുവൻ
മുഴുവൻ സത്യങ്ങളാണ്. പക്ഷേ ചന്ദ്രശേഖരൻ ഇവൻ്റെ ഈ ഒരു സംസാരം അങ്ങ് ഒട്ടും പിടിക്കുന്നില്ല. അത് ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, എടാ നീ മാന്യമായിട്ട് പെരുമാറണം എന്നൊക്കെ ഇങ്ങനെ ഇവനോട് അങ്ങ് വാണിംഗ് കൊടുക്കുകയാണ്. അപ്പോൾ ഇവന് ഈ വീണ്ടും അങ്ങ് പറയുന്നുണ്ട്, നിങ്ങളൊരു ചതിയനായിട്ട് ഞങ്ങളെ രക്ഷകനായിട്ട് വന്നതല്ലേ, നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഈ കണിമംഗലം തകരാൻ വേണ്ടിയിട്ടായിരുന്നു, എന്നിട്ട് ഇതിൻ്റെ എല്ലാ തലപ്പത്ത് ഇരിക്കാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങളിങ്ങനെ ചെയ്തത് എന്നുള്ള രീതിയിലൊക്കെ ഈ സൂര്യ അങ്ങ് ഇവരോട് കാര്യത്തിൽ സംസാരിക്കുമ്പോൾ ഈ ചന്ദ്രശേഖരന് നേരെ ദേഷ്യപ്പെട്ടിട്ട് അവനെ അങ്ങ് തല്ലാൻ അങ്ങ് നിൽക്കുന്ന സമയത്ത് സൂര്യ അവരുടെ കൈ അങ്ങ് പിടിക്കാണ്. സൂര്യക്ക് ഒരു ബഹുമാനം കൊടുക്കുന്നില്ല. സൂര്യ ഇവരാണ് കണിമംഗലം രക്ഷിച്ചത് എന്നുള്ള ഒരു നന്ദിയിലൊന്നും അല്ല കാണിക്കുന്നത്, അവർ ചതിച്ച് ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിച്ച് എന്നുള്ള രീതിയിലാണ് എന്തായാലും സൂര്യ അങ്ങോട്ടും പെരുമാറുന്നത്. എന്തായാലും എപ്പിസോഡ് എന്തായാലും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി നാളത്തെ എപ്പിസോഡിലാണെങ്കിൽ സുകുമാരി മുത്തശ്ശിയും കൽപ്പനയും കൂടിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ഞങ്ങൾ എന്തായാലും ഇവിടുന്ന് ഇനി വേറെ വീട്ടിലേക്കങ്ങ് താമസം മാറാണ്, ഞങ്ങൾ ഫ്ലാറ്റിലേക്ക് മാറാണ്, ഈ വീട് ഇനി ഞങ്ങൾക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് വീട് മാറുന്ന കാര്യങ്ങളൊക്കെയാണ് തുറന്ന് പറയുന്നത്. പിന്നെയാണെങ്കിൽ വരുണും രാധികയും കൂടി തെരുവിലൂടെ അങ്ങ് നടക്കുന്ന സമയത്ത് നമ്മുടെ ഗൗതം അവന് കാറിലൂടെ അങ്ങ് അവരുടെ മുന്നിലൂടെ അങ്ങ് പാസ് ചെയ്ത് പോകുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിലെങ്കിൽ നമ്മുടെ ശ്യാമനെ ഇനി കണ്ടെത്താൻ കഴിയും ആരതിക്ക് എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാരണം ശ്യാമനെ കണ്ടെത്തിയാൽ മാത്രമേ ഇനി വരുണിനും രാധികയ്ക്കും ഒന്ന് രക്ഷപ്പെടാൻ കഴിയുള്ളൂ എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഓക്കെ, ബൈ ഓൾ.